ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് റിൻഷാദ്. ഞാൻ മഞ്ചേരിയിൽ നിന്ന് ഞാൻ ആലപ്പുഴ മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പേര് ഫിയാസ്. ഞാൻ മലപ്പുറം മഞ്ചേരി തന്നെയാണ് എൻ്റെ വീട്. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ആവല്ലേ ഒരുക്കത്തിലാണ്. ട്രേഡിംഗ് ഇതിന് മുന്നേ എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ യൂട്യൂബ് ഒക്കെ നോക്കി ബേസിക് ഐഡിയാസ് ഉള്ളൂ. യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആള് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് കാര്യങ്ങൾ മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുള്ളതായിരുന്നു. നമുക്ക് അനലൈസ് ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൂട്ടിൽ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു മാർക്കറ്റിൽ നിന്ന്. ഒരു നമ്മൾ അനലൈസ് ചെയ്ത നമ്മൾ ചെയ്യുന്ന രീതികൾ നമ്മളത് തെറ്റാണ്. ഗെയിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഇൻക്യുബേറ്റർ പ്രോജക്റ്റിൽ എങ്ങനെ നിങ്ങൾ എത്തിപ്പെട്ടു? ആദ്യം ലീവിനോടെ എത്തിയിട്ട് ഞാനൊരു ട്രേഡിംഗ് സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നിട്ട് നോക്കിയിരുന്നു. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഒരാഴ്ച പോയി. പിന്നെ എൻ്റെ ഒരു കസിന് വഴിയാണ് പിന്നെ നിങ്ങളുടെ ഒരു 10 days ഈ ക്യാമ്പിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ അതാണ് ബെറ്റർ തോന്നി. മറ്റൊരു 3-4 മാസം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലാതെ തോന്നി. അപ്പോൾ 10 days ക്യാമ്പാണ് ബെറ്റർ തോന്നിയിട്ടാണ് പിന്നെ ഞാൻ അതിലേക്ക്. പല ആൾക്കാരും ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പം ആശ്രയിക്കുന്നത്, കാരണം യൂട്യൂബിൽ ഇതിലൊക്കെ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ട്രേഡിംഗ് പഠിച്ചിട്ട് എന്തൊക്കെ നോളജ് കിട്ടി? കാര്യങ്ങൾ അറിയാന്നുള്ളൂ. എന്താണ് ഒരു ഐഡിയ നമുക്ക് കിട്ടും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു ഓഫ്ലൈൻ ഒരാളുടെ ഒരു മെന്റർഷിപ്പിൽ കറക്റ്റ് അത് ചെയ്ത് ഒരു റൂട്ട് ആയാലേ അത് കറക്റ്റായി കിട്ടുള്ളൂ. പോലെ എന്തിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കണം, അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ അടുത്ത് എന്തിനു പോയിരിക്കണം, അല്ലെങ്കിൽ ഫീസ് എന്തിനു കൊടുക്കണം, പല ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടുപേരും, ഒരാൾ ഫീസ് കൊടുത്ത് പഠിച്ചതാണ്, ഒരാൾ യൂട്യൂബിൽ നോക്കി ഫ്രീ ആയിട്ട് പഠിച്ചതാണ്. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ശരിയാവില്ല. ഇതൊരു ഹൈ റിസ്കി ഏരിയ ആണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. അത് ശരിക്കും ഒരു മെന്റർ കീഴിൽ നമ്മൾ ഫസ്റ്റ് ഡെമോയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ സെൻഡ് അക്കൗണ്ട് നോക്കാം, അങ്ങനെയൊക്കെ നോക്കിയാൽ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ഡിസിപ്ലിൻ മാനേജ് ചെയ്തിട്ടൊക്കെ നമ്മൾ സക്സസ് ആവാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു യൂട്യൂബ് നോക്കിയാൽ കാര്യങ്ങൾ അറിയാം, എന്താണെന്ന് ട്രേഡിംഗ് ഒരു ഐഡിയാസ് കിട്ടാന്നല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എങ്ങനെയല്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സ്പീരിയൻസിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു 1 year-ഓളത്തോളമായി ഞാനിപ്പോൾ ഈ ട്രേഡിംഗ് ഫീൽഡ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാ സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം മാർക്കറ്റിൽ വർക്കാവും ഒന്ന് കിട്ടും. പക്ഷെ അത് എങ്ങനെ എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ അത് നമ്മൾ എടുക്കാൻ ഒരു മെന്ററിന്റെ ഗൈഡൻസ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പം ഗെയിൽ ഫോഴ്സ് എന്ന് പറയുന്ന ഗെയിൽ ഫോഴ്സിന്റെ ഒരു ഇൻക്യുബേറ്റർ പ്രൊജക്ട് നിങ്ങൾ എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലസ് പോയിന്റ് എന്തായിരുന്നു, ഒരു മൊമെന്റ് എന്തായിരുന്നു? ടൈം ഫ്ലെക്സിബിലിറ്റി ആണ്. ഞാൻ ഒന്നാമത് ഇവിടെ ഓഫ്ലൈൻ കോഴ്സ് നോക്കി 3-4 months എടുക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ട്രേഡിംഗ് ഇപ്പോ അങ്ങനെ തല്ലി പഠിപ്പിക്കേണ്ട സംഭവമല്ലല്ലോ. നമ്മളൊരു പാഷനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടത്തോട് കൂടി വരുന്നതാണ്, പഠിക്കാൻ താല്പര്യത്തോടെ വരികയാണ്. അങ്ങനത്തെ ഒരാൾക്ക് പഠിക്കാൻ അത്ര ലോങ് ടൈമിന്റെ ആവശ്യമില്ല. ഇപ്പോൾ 10 days or 15 days കൂടെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. 10 days കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഫിക്സ് ആണ്. പഠിച്ചിട്ടുള്ള ഒരാളുടെ റിവ്യൂ ആണ് നമുക്ക്. കാരണം പല ആൾക്കാരുടെ എല്ലാം ഡൗട്ടാണ് ഈ 10 ദിവസം കൊണ്ട് എങ്ങനെ ട്രേഡിംഗ് പഠിക്കാൻ പറ്റുന്നുള്ളത്. ഒരു ആവറേജ് അല്ലെങ്കിൽ ഈവൻ ഒരു ബിലോ ആവറേജ് ഒരാൾക്ക് കൂടി 10 days-നുള്ളിൽ നമ്മൾ ഒരു കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ പഠിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഡിസിപ്ലിൻ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, മൈൻഡ് സെറ്റിംഗ്, ബാക്കി സൈക്കോളജിക്കാണ് പറയുന്നത്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അതിന് 6 മാസത്തെ കോഴ്സ് പഠിച്ചിട്ടും കാര്യമില്ല, അത് നമ്മൾ സ്വയം തീരുമാനിച്ചാലേ നടക്കുള്ളൂ. പഠിക്കാൻ ഒരു ആവറേജ് ബിലോ ആവറേജ് ഒരാൾക്ക് ഈവൻ 10 days ഇനഫ്. നിങ്ങൾക്ക് എന്താണ് ഒരു അവിടുത്തെ ബെസ്റ്റ് പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? പ്ലസ് പോയിന്റ് ഫസ്റ്റ് ഓഫ് ഓൾ കോഴ്സ് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. അത് തന്നെയാണ് മെയിൻ. നമ്മളെ അതൊക്കെ ആയിരുന്നു. നമുക്കൊരു 10 days ഒരു 7 days കൊണ്ട് നമ്മൾ കോഴ്സ് തിയറിയും ആൻഡ് പ്രാക്ടിക്കൽ പ്ലാറ്റ്ഫോം നിങ്ങൾ റെഡിയായി, നിങ്ങളുടെ ബേസ് റെഡിയായി. പിന്നെ അതിനുശേഷം ഒരു 3 days നമ്മൾ മെന്ററുടെ ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യായിരുന്നു. ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്തു. അതെ, ഞങ്ങൾ അവരുടെ മെന്റർ ഒപ്പം ഇരുന്നിട്ടാണ് ട്രേഡ് ചെയ്ത്. അങ്ങനെയാണ് 10 days ഒരു കോൺഫിഡൻസ് കിട്ടി സെൽഫായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നുള്ള. കാരണം ഇപ്പോൾ ഈ ഓൺലൈനിൽ പഠിച്ചതും അതുപോലെ തന്നെ ഗെയിൽ ഫോഴ്സിൽ വന്നതിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് ഓക്കെ ഇന്ന സ്ട്രാറ്റജി എനിക്ക് വർക്ക്ഔട്ട് ആവും, അല്ലെങ്കിൽ എനിക്ക് അത് നോക്കി ഞാൻ ആ സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്? അത് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഈവൻ SL ആയിക്കോട്ടെ പ്രശ്നമില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു 7 ദിവസം കൊണ്ട് ക്ലാസ് കഴിഞ്ഞു. ബാക്കി 3 ദിവസം നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ മെയിൻ വേറെ പ്ലസ് പോയിന്റ് പറഞ്ഞപ്പോൾ ഈ 10 days-ൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുൾ ടൈം ക്ലാസ് സാധാരണ 3 സെഷനാണ് എടുക്കാറ്. ഒരു ഈ മോർണിംഗ് 10 o'clock, ദെൻ ആഫ്റ്റർനൂൺ 3 o'clock, ദെൻ 8 o'clock, ദെൻ നൈറ്റ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ലൈക്ക് ഇൻഡോർ ആക്ടിവിറ്റീസ് ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഒരു 10 day ഫുൾ എൻജോയ്മെന്റ് എൻജോയ് ചെയ്തിട്ടാണ് പരിപാടി. റിൻഷാദിന് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ടാവും, കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചതാണ്. അപ്പോൾ അതും ഗെയിൽ ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് റിൻഷാദ് തോന്നിയിട്ടില്ലേ? ഗെയിൽ ഫോഴ്സിന്റെ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ്. അതായത് നമുക്കിപ്പോൾ ഒരു 10 ദിവസം ഇവിടെ ഗെയിൽ ഫോഴ്സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 ദിവസം നമ്മളെ കൂടെ തന്നെ നിന്ന് അത് മെൻറ്റർ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തിട്ട് അതിന് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടുന്ന തെറ്റുകളെല്ലാം ക്ലിയർ ആക്കി ഇപ്പോൾ ഒരു 10 days ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാൻ ഇപ്പോൾ ഒരു റിസ്ക് മാനേജും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ ഒരു കറക്റ്റായിട്ട് തന്നെ ട്രേഡും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഓക്കെ,
ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ നോക്കിയാൽ തന്നെ റിച്ച് ലൈഫ്, പോർഷ് ലൈഫ്, ഇപ്പോൾ പോകുന്നു, ട്രേഡ് എടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഐഫോൺ എടുക്കുന്നു, പോകുന്നു. ആ ഒരു ലൈഫിന്, ആ ഒരു ഇമാജിനറി വേൾഡിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ആൻസർ ക്വസ്റ്റ്യൻ തന്നെ. അതൊരു ഇമാജിനറി വേൾഡ് ആണ്, അതൊരു റിയൽ അല്ല. അതൊരു സസ്റ്റെയിൻ ചെയ്ത് പോകാൻ കഴിയില്ല. കൂടുതലും ഇപ്പം 1-2 പേർക്ക് അങ്ങനെ 1-2 ദിവസം പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ തന്നെ ബാക്കി അതിന്റെ തുടർക്കഥയായിട്ട് ഒരുപാട് ലോസും വരും. റിൻഷാദിന് എന്താണ് ഒരു ബിഗിനേഴ്സിന്റെ അടുത്ത് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ടിപ്പ്? ബിഗിനർ ലെവലിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് അംബിഷനൊക്കെ എല്ലാവരും ആ ഒരു മേഖലയിലേക്ക് വരുന്ന എങ്ങനെയാണ്? കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും ബാക്കി നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. വലിയ ഇതിപ്പോ ഒരു 1-2 നമ്മൾ ട്രേഡ് എടുക്കും, നമ്മൾ പ്രോഫിറ്റ് ആവുന്നു. അപ്പൊ നമ്മൾ കരുതും ലോട്ട് സൈസ് കൂട്ടിയിട്ടാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കരുതിയൊരു വരുമാനത്തിലോട്ട് എത്തും എന്ന് കരുതി നമ്മൾ എന്താ പറയാ, നമ്മളൊരു കൺസിസ്റ്റൻസി ഇല്ലാണ്ടാണ് നമ്മൾ ഇതില് ഓവർ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ. 1-2 പ്രോഫിറ്റ് ഉണ്ടാവും, ഓക്കെയാണ്, അതിന് മധുരം കിട്ടും. പിന്നെ 3-4 അടിച്ചു പോകും, പിന്നെ വീണ്ടും കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഫണ്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ ഇത്രയും ഒരു വർഷത്തോളം ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു, അത് എന്തായാലും ഫുള്ള് ഇനി അങ്ങോട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള എല്ലാവിധ. നിങ്ങളുടെ പ്രോബ്ലം എവിടെയാണെന്ന് നോട്ടീസ് ചെയ്ത് അതിനുള്ള കറക്റ്റ് എന്ത് ചെയ്തു, എവിടെയാണോ നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നു.